നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കഷ്ടി 20,000 വോട്ടിന് നാണം കെട്ട് ജയിച്ചു കയറിയ താത്വിക ആചാര്യനെന്ന് കണ്ണൂരിലൊക്കെ വിളിപ്പേര് കേട്ടിന്ന് കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ താത്വിക അവലോകനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി ഷോയിലെ ഒരു താരം പോലെ കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി ഇന്ന് കേരളത്തിൽ CPM-നെ നയിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ സംസ്ഥാന നേതൃനിരയിലെ സെക്രട്ടറിമാരുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു മുന്നോട്ട് കടന്നു പോകുന്ന അനുഭവസമ്പത്തും ആദർശ മൂല്യങ്ങളും കൈമുതലായുള്ള കോൺഗ്രസ് സംസ്കാരത്തിന്റെ പ്രതീകം UDF-ന്റെ പടനായകൻ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളക്കരയുടെ രാഷ്ട്രീയ ഭൂമിക ഉഴുതപറിച്ചുകൊണ്ട് കേരളത്തിലെ ഈ ദുർഭരണത്തെ തൊട്ടുറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായൊരു ഭരണത്തിന്റെ പോരാട്ടമായിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. കാസർഗോഡ് നിന്നും തുടങ്ങി വെച്ച ആ മഹാമുന്നേറ്റമത ഒരു കൊടുങ്കാറ്റായി കേരളക്കരയുടെ മണ്ണിൽ ആഞ്ഞടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിനോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ സർക്കാരിനെ തൊട്ടറിയുവാൻ കൈകോർക്കണമേ എന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളക്കരയുടെ രാഷ്ട്രീയ ഭൂമിക ഉഴുതുമറിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കനായ പ്രതിപക്ഷ നായകൻ ഇതാ കടന്നു വരികയാണ്. പതാകകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളക്കരയുടെ രാഷ്ട്രീയ ഭൂമിക ഉഴുതുമറിച്ചുകൊണ്ട് കേരളത്തിലെ ഈ ദുർഭരണത്തെ തൊട്ടുറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായൊരു ഭരണത്തിന്റെ പോരാട്ടമായിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. കാസർഗോഡ് നിന്നും തുടങ്ങി വെച്ച ആ മഹാമുന്നേറ്റമത ഒരു കൊടുങ്കാറ്റായി കേരളക്കരയുടെ മണ്ണിൽ ആഞ്ഞടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിനോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ സർക്കാരിനെ തൊട്ടറിയുവാൻ കൈകോർക്കണമേ എന്ന മുഴുവൻ ജനാധിപത്യ
വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളക്കരയുടെ രാഷ്ട്രീയ ഭൂമിക ഉഴുതുമറിച്ചുകൊണ്ട് നമുക്കിടയിലേക്ക് വരുന്ന നമ്മുടെ ജാഥാനായകൻ വി.ഡി. സതീശനെ ചരിത്രമുറങ്ങുന്ന ഈ തിരൂരിലെ പൗരാവലിക്ക് വേണ്ടി ആർദ്രമായി അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനമുന്നേറ്റം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാഥ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ 100 സീറ്റ് കേരളത്തിൽ ഞങ്ങൾ നൽകിയിരിക്കുമെന്ന ഈ ജനതയുടെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം സാധ്യമാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരൂരിന്റെ തുഞ്ചൻ മണ്ണിലേക്ക് ഒരു യാത്രയുമായി നമ്മുടെ വി.ഡി. സതീശൻ അവർ വന്നിരിക്കുകയാണ്. തിരൂരിന്റെ പൗരാവലി അനേകം പരിപാടികൾക്ക് സ്വീകരണം നൽകിയിട്ടുണ്ട്. അനേകം പരിപാടി കേരളത്തിന്റെ രാഷ്ട്രീയ നായകന്മാർ വളരെ ശക്തമായി നയിച്ച എല്ലാ ജാഥക്കും സ്വീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ അടിസ്ഥാന വർഗം, പാവപ്പെട്ടവൻ, കർഷകൻ, തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ചേർന്ന് തിരൂരിൽ നൽകുന്ന ആദ്യത്തെ ഒരു സ്വീകരണമാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാം. ജനാധിപത്യ മതേതര വിശ്വാസികൾ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുതുയുഗ യാത്രയുമായി തിരൂരിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുമായി കൂട്ടുകൂടിയ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരള ജനത ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഈ മഹാസാഗരം ഒന്നുകൂടി പറയുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം നേതാക്കന്മാരുടെ ഒരു പരിപാടി കൂടി എടപ്പാളിൽ സമാപനമുണ്ട്. ഞാൻ ഈ ജാഥയെ തുടക്കം മുതൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. വി.ഡി. സതീശൻ, കേരളത്തിന്റെ അഭിമന്യനായ പ്രതിപക്ഷ നേതാവ്, ഇതിന്റെ പേര് തന്നെ പുതുയുഗമാണ്. കേരളം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ പുതുയുഗമാണ്. അതിൻ്റെ സന്ദേശവുമായി വി.ഡി. സതീശൻ കേരള സംസ്ഥാനമൊട്ടുക്കും സഞ്ചരിക്കുമ്പോൾ വിജിഗീഷുവായ വി.ഡി. സതീശനെയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജാഥ ഏറ്റെടുത്തിട്ടുള്ളത് വിജിഗീഷുവായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ആ വിജഗീഷുവിനെ തിരൂരിൻ്റെ മണ്ണിലും വലിയ ഹർഷാരവത്തോടെ ഏറ്റെടുത്ത എൻ്റെ സഹോദരങ്ങളെയാണ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത്. പ്രിയമപരന്റെ യതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലെ നയം നോക്കണം, ഒരു സന്യാസിയുടെ വാക്കാണത്. നയം അതായിരിക്കണം. എന്ത്? മറ്റുള്ളവന്റെ പ്രിയത്തെ സ്വന്തം പ്രിയമായിട്ട് കാണാം. അതായിരിക്കണം പോളിസി. ഒരു രാഷ്ട്രീയ നയം പറയും പോലെയാണ് നാരായണ ഗുരു സംസാരിക്കുന്നത്. നയമതിനാലെ നരന്റെ നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. മുഖ്യമന്ത്രി ഇതൊക്കെ ഒന്ന് കാണാൻ തയ്യാറാവും. ഇവിടെ ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് മലയാള നിഘണ്ടുവിൽ നിന്ന് പാവം എന്ന വാക്ക് എടുത്തു കളയുന്നു. പക്ഷേ നിങ്ങളുടെ ഭരണം ധാരാളം കോപ്പറേറ്റീവുകൾ ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾ പെരുകിയ, രാഷ്ട്രീയ കൊലപാതകം ഉയർന്ന, ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും അങ്ങനെ തുടങ്ങി മോഷണങ്ങളും കുംഭകോണങ്ങളും അങ്ങനെ എവിടെ എത്തി? ശബരിമലയിൽ വരെ എത്തി. ഇനി മലയാളം നിഘണ്ടുകൂടി നിങ്ങൾ കേടുവരുത്തരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ ഭാഷാപിതാവിന്റെ നാട്ടിലേക്ക് എനിക്ക് നൽകിയ ഹൃദ്യമായ ഈ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാം ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ്, മഹായുദ്ധത്തിന്റെ നടുവിൽ. പോരാളികളായി ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും. ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഡിബേറ്റുകളാണ്, സംവാദങ്ങളാണ്, ഡിസ്കോഴ്സുകളാണ്, ആശയവിനിമയങ്ങളാണ്. എല്ലാ സംവാദങ്ങളും അവസാനിക്കുമ്പോൾ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകണം. ഏതെങ്കിലും സാധാരണക്കാരന്റെ ജീവിതത്തിന്
ആ വിവാദം പ്രയോജനപ്പെടണം. അതിനൊരു ഗുണപരമായ പരിണതഫലം ഉണ്ടാകണം. നമുക്ക് കേരളത്തെ അങ്ങോട്ട് കൊണ്ടുപോകണം. നിരന്തരമായ ചർച്ചകൾ നടത്തി, ഗൗരവതരമായ ആശയവിനിമയങ്ങൾ നടത്തി കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇവിടെ നമുക്കറിയാം, ഈ ഗവൺമെന്റ് കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട ശ്രീ കുറിക്കോളി മൊയ്തീൻ സാഹിബ് മനോഹരമായ ഒരു വാചകം പറഞ്ഞു. എന്താണ്? ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ഇടത്തരക്കാരൻ കൂടി ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ഒരു നാടായി ഞാനത് ഗൗരവമായി അത് പങ്കുവെക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകളാണ് പ്രവഹിക്കുന്നത് കേരളത്തിൽ. ഒരു ജപ്തി നോട്ടീസ് കിട്ടാത്ത ഒരു കർഷകനുണ്ടോ? ഒരു സാധാരണക്കാരനുണ്ടോ? ഒരു ഇടത്തരക്കാരനുണ്ടോ? എല്ലാവരുടെയും മനസ്സിൽ ഉത്കണ്ഠയാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യനുള്ള ഒരു കാലമാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി കൊണ്ടുവന്ന നിയമം പിൻവലിക്കണം. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം. 100% ശരിയാണ്. ദേശീയ പണിമുടക്കാണ്. ഞാനൊരു ചർച്ചയ്ക്ക് ഒരു കാര്യം വെച്ചു. എന്താണ്? ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുമായി മാറുന്നു. തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിലില്ല. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് പണിമുടക്കിനെ ഹർത്താലും ബന്ധുമാക്കി മാറ്റുന്നത്? ഈ പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളോട് പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായി ഹർത്താലും ബന്ധും ആഹ്വാനം ചെയ്യാത്ത, നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മൾ. നിങ്ങൾ നാളെ ആശുപത്രിയിൽ പോകണ്ട, നിങ്ങൾ നാളെ സ്കൂളിൽ പോകണ്ട, നിങ്ങൾ ബാങ്കിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് പറയാൻ ഈ സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് എന്ത് അവകാശം? ഞാൻ എന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ഭരണഘടനയുടെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അത് ഭരണഘടനാ ലംഘനമാണ്. മാത്രമല്ല, കേരളത്തിനെ സംബന്ധിച്ച് പുറത്തേക്ക് പോകുന്ന മെസ്സേജ് എന്താണ്? അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.